സോ ഇന്നത്തെ നമ്മളെ ടോപ്പിക്ക് റൊണാൾഡീനോയുടെ ജയിൽ അനുഭവം ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും. റൊണാൾഡീനോ അദ്ദേഹം ജയിലിൽ കടന്നിട്ടുണ്ടായിരുന്നു, അദ്ദേഹം ജയിലിൽ അകപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അദ്ദേഹത്തിന് ജയിലിലുണ്ടായ അനുഭവമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. വെൽക്കം ബാക്ക് ടു SSV ടെക് ബ്ലോഗ് ചാനൽ. നമുക്ക് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് കടക്കും. അദ്ദേഹം വ്യക്തമാക്കുന്നത് ഇങ്ങനെയാണ്: അവർ എന്നെ മർദ്ദിക്കുമെന്നും ജയിലിൽ സാധാരണ സംഭവിക്കുന്ന എല്ലാ ഭീകരമായ കാര്യങ്ങളും ചെയ്യുമെന്നുമാണ് ഞാൻ കരുതിയത്. പക്ഷേ അതിനു പകരം അവർ കാവൽക്കാരെ വിളിച്ച് ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും അവരെ രസിപ്പിക്കാനായി കുറച്ച് അഭ്യാസങ്ങൾ കാണിക്കാൻ എന്നോട് ആവശ്യപ്പെടുകയും ചെയ്തു. അടുത്ത ദിവസം രാവിലെ ഞങ്ങൾ ഒരു 5-a-സൈഡ് മത്സരം കളിക്കാൻ പുറത്തിറങ്ങി. കാവൽക്കാരും ചില ജയിൽ ഉദ്യോഗസ്ഥരും ക്യാമറ ഓണാക്കി കളി കാണാൻ എത്തി. എല്ലാവർക്കും അതൊരു മികച്ച ദിവസമായിരുന്നു. സോ നിങ്ങളിപ്പോൾ കേട്ടത് സൂപ്പർ താരം റൊണാൾഡീനോയുടെ ജയിൽ അനുഭവമാണ് നിങ്ങളിപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. സോ അതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ് ഞാനിപ്പോൾ നിങ്ങളോട് പറയാനായിട്ട് പോകുന്നത്. സോ റൊണാൾഡീനോ മനസ്സിലാക്കിയ ഒരു പിക്ചർ എന്ന് പറയുന്നത്, സോ ഞാൻ ജയിലിലേക്ക് പോവുകയാണ്. സോ ജയിലിലേക്ക് പോകുമ്പോൾ ഞാനൊരു സെലിബ്രിറ്റി ആയിട്ടൊന്നല്ല പോകുന്നത്, ഞാനൊരു ഫേമസ് ആയിട്ടുള്ള ഒരാളായിട്ടൊന്നല്ല പോകുന്നത്. സോ ഞാനൊരു കുറ്റവാളിയായിട്ടാണ് പോകുന്നത്, ഞാനൊരു പ്രതി ആയിട്ടാണ് പോകുന്നത് എന്നുള്ളൊരു മൈൻഡ് സെറ്റിലൂടെ. മാത്രമല്ല അദ്ദേഹം എടുത്തു പറയുന്നുണ്ട്, എന്നെ അവിടെ ഉണ്ടാവുന്ന ജയിലിലുണ്ടാകുന്ന ഭീകരമായ ശിക്ഷകളെല്ലാം എനിക്ക് ഏറ്റുവാങ്ങേണ്ടി വരും. അതൊക്കെ ഒരു പേടിയോടെ, ഒരു ഭയത്തോടെയാണ് അദ്ദേഹം ജയിൽ എന്ന് പറയുന്ന ആ കവാടത്തിലേക്ക് കാൽ കുത്തുന്നത്. സോ അദ്ദേഹം കാൽ കുത്തിയതിന് ശേഷമാണ് അദ്ദേഹം മനസ്സിലാക്കുന്നത്, ഇത്രയും സ്നേഹവും എന്നെ ഇത്രയും റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്തെയാണ് ഞാൻ ഇത്രയും ഭയന്നിരുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. സോ അദ്ദേഹം അവിടേക്ക് വരികയും അദ്ദേഹത്തിൻ്റെ കൂടെ അടുത്തുള്ള ജീവനക്കാരും അടുത്തുള്ള ജയിൽ കാവൽക്കാരും അവിടുത്തെ ബാക്കി പ്രതികൾ ഒരുമിച്ച് കളിക്കുകയും അവർ റൊണാൾഡീനോ വരുന്നത്, അതായത് ജയിലിൽ അദ്ദേഹം എത്ര കാലമാണോ ജയിലുള്ളത് അത്രയും കാലം അവർ ഒരു എൻജോയ് ചെയ്യുകയാണ്. സോ അവരൊരു ഹാപ്പിനെസ് നേടുകയാണ്. സോ റൊണാൾഡീനോ പറയുന്നുണ്ട്, ഞങ്ങളൊരു പുതിയൊരു കളി വരെ കളിക്കുന്നുണ്ട്, ഞങ്ങളവിടെ അത് കളിച്ചു, അവിടുത്തെ ജീവനക്കാരും അവിടുത്തെ പോലീസുകളും അവിടുത്തെ കാവൽക്കാരൊക്കെ ക്യാമറ എടുക്കുന്നു. അങ്ങനെയൊക്കെ പറയുമ്പോൾ അദ്ദേഹത്തെ ഒരു റെസ്പെക്റ്റ് ചെയ്യണം, അതാണ് അദ്ദേഹത്തിന് ഏറ്റവും. സോ ഞാൻ പറയട്ടെ, അദ്ദേഹം ഒരു സെലിബ്രിറ്റി ആകാം, അദ്ദേഹം ഒരു മികച്ച പ്ലെയറാണ്, അദ്ദേഹം കുറേ നേടിയിട്ടുണ്ട്. സോ അദ്ദേഹം ഏറ്റവും നേടിയിട്ടുണ്ടാവുക എൻ്റെ ഒരു അഭിപ്രായമാണ്. സോ ഇതിന് കുറേ നെഗറ്റീവും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കുറേ എണ്ണം വരും, അതൊക്കെ അവിടെ പോട്ടെ. സോ എൻ്റെ ഒരു അഭിപ്രായത്തിൽ അദ്ദേഹം ആ ജയിലിൽ നിന്ന ഒരു ടൈമിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്ന ഒരു ഹാപ്പിനെസ്, അദ്ദേഹത്തിന് അവിടുത്തെ ജീവനക്കാർ കൊടുത്ത ഒരു റെസ്പെക്റ്റ്. സോ ഫുട്ബോൾ സെലിബ്രിറ്റി ആയിട്ടുള്ള, ഫുട്ബോളിൽ മികച്ചവനായിട്ടുള്ള ഒരു പ്ലെയറാണ് ജയിലിലേക്ക് വരുന്നത് എന്ന് അവർ അറിയുകയും, സോ അവിടെ അദ്ദേഹത്തിന് വേണ്ടി ഒരു ഗ്രൗണ്ട് അവർ ഇറക്കുകയും അവിടെ അവർ അദ്ദേഹത്തോടു കൂടെ കളിക്കുന്നുണ്ടെങ്കിൽ, സോ അത്രക്കും റൊണാൾഡീനെ അവർക്ക് ഇഷ്ടമുള്ളത് കൊണ്ട് തന്നെയാണ്. സോ ഇതിനോടുള്ള ഇത്രയൊക്കെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് നമ്മൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലത്തെ യൂസ്ഫുൾ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.